ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറിയുടെ 2ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ അധ്യയന വർഷം. അതിന്റെ കാരണം കൊറോണ എന്ന വിപത്തിന്റെ ഭീഷണി നിലനിൽക്കുന്ന ഈ അന്തരീക്ഷം തന്നെയാണ്. നമ്മൾ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ വീട്ടുപടിക്കൽ എത്തിച്ചേരുന്ന വസ്തുക്കളെ പോലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും ഇന്ന് മാറുകയാണ്. ഈ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും 2ാം വർഷ ഹയർ സെക്കൻഡറിയുടെ ബോട്ടണി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം ഉണ്ടാക്കി വയ്ക്കുന്ന നന്നായിരിക്കും. ഇവിടെ പഠനത്തിന്റെ കാര്യത്തിലും അവസ്ഥ വ്യത്യസ്തമല്ല. നമ്മളിപ്പോൾ ഔദ്യോഗികമായി ഹയർ സെക്കൻഡറി 2ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായ ബയോളജി സിലബസിൽ മൊത്തം 16 ചാപ്റ്ററുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുക. ഈ 16 ചാപ്റ്ററുകളെ തുല്യമായി വിഭജിച്ചാൽ 8 ചാപ്റ്റർ ബോട്ടണി, 8 ചാപ്റ്റർ സുവോളജി. ഞാൻ ബോട്ടണി കൈകാര്യം ചെയ്യുന്ന അധ്യാപകനായതിനാൽ അതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളിലേക്ക് കടക്കുകയാണ്. ഇതിൽ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളാണ്. അതിൽ 1ാമത്തെ ചാപ്റ്റർ, ടെക്സ്റ്റിലെ 1ാമത്തെ ചാപ്റ്റർ ആയ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗനിസംസ് എന്ന ചാപ്റ്റർ വ്യത്യസ്തമായ ജീവികളുടെ പ്രത്യുൽപാദനത്തിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ 2ാമത്തെ ചാപ്റ്റർ ആയ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ പൂർണ്ണമായും ആൻജിയോസ്പേംസ് അഥവാ സപുഷ്പികളായ സസ്യങ്ങളുടെ പ്രത്യുൽപാദനത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ചാപ്റ്ററാണ്. ഇനി 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നാൽ ചാപ്റ്ററിന്റെ പേരാണ് സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. നമുക്കറിയാം, നമ്മൾ സസ്യജന്യവും ജന്തുജന്യവുമായ ആഹാരം കഴിക്കുന്ന ആളുകളാണ്. നമ്മൾ ഗോതമ്പും നെല്ലും പച്ചക്കറികളും കഴിക്കുന്നത് പോലെ തന്നെ പാലും മുട്ടയും നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോ ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഇനി 4ഉം 5ഉം ചാപ്റ്ററുകൾ ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ 4ാമത്തെ ചാപ്റ്റർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്നാണെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്നാണ് പേര്. ഈ 2 ചാപ്റ്ററുകളും ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, ഈ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഉപകരണമാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പൊ ഈ PCR മെഷീൻ ഒരു വ്യക്തിക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ, കോവിഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അപ്പൊ ഈ PCR മെഷീൻ എന്ന് പറയുന്നത് പൂർണ്ണമായും അതിന്റെ പ്രവർത്തനം ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെ കുറിച്ചും അവയുടെ പ്രയോജനങ്ങളെ കുറിച്ചും പഠിക്കുന്ന ചാപ്റ്ററുകളാണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി 6ഉം 7ഉം ചാപ്റ്ററുകൾ ഇക്കോളജി അഥവാ പരിസ്ഥിതി വിജ്ഞാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ 6ാമത്തെ ചാപ്റ്റർ ഓർഗനിസം ആൻഡ് പോപ്പുലേഷൻ എന്നാണ് പേരെങ്കിൽ 7ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് എക്കോസിസ്റ്റം. അപ്പൊ ഈ 2 ചാപ്റ്ററുകളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളാണ്. ഇനി ടെക്സ്റ്റിലെ അവസാനത്തെ ബോട്ടണിയുടെയും അവസാനത്തെ ചാപ്റ്ററായ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന ചാപ്റ്റർ നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, മലിനീകരണങ്ങൾ, അതിന്റെ മാർഗങ്ങൾ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്ത എക്സാമ്പിളുകൾ, ഉദാഹരണങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഹയർ സെക്കൻഡറി 2ാം വർഷത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്ററുകൾ. നമുക്ക് ഇന്ന് ബോട്ടണിയിലെ 1ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗനിസംസ്. ഒരു ജീവി ജനിച്ച് ആ ജീവി മരിക്കുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ അഥവാ ജീവായുസ് എന്ന് പറയും. ദ പീരിയഡ് ഫ്രം ബർത്ത്
to natural death of an organism is called life span. വ്യത്യസ്തമായ ജീവികൾക്ക് വ്യത്യസ്തമായ ആയുസ്സുകളാണ് ഉണ്ടായിരിക്കുക. ഉദാഹരണത്തിന് ഒരു ചിത്രശലഭം 1 മുതൽ 2 വരെ ആഴ്ച മാത്രം ജീവിക്കുമ്പോൾ ഒരു കാക്ക 15 വർഷക്കാലം ജീവിക്കുന്നു. ഒരു പാരറ്റിന്റെ ആയുസ് 140 വർഷമാണെങ്കിൽ ഒരു ക്രൊക്കഡൈൽ 60 വർഷക്കാലമാണ് ജീവിക്കുക. നമ്മുടെ പുസ്തകത്തിൽ ജീവികളുടെ ലൈഫ് സ്പാനുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനെ ഒരു ചാർട്ടിന്റെ രൂപത്തിൽ നിർമ്മിച്ച് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കുക. ഈ ലൈഫ് സ്പാനിൽ ജീവികൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആൻഡ് വൺ ഓഫ് ദം ഈസ് റീപ്രൊഡക്ഷൻ. എന്താണ് റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം? റീപ്രൊഡക്ഷൻ എന്നാൽ ഒരു ജീവി അതേ വർഗത്തിലുള്ള മറ്റൊരു ജീവിയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് റീപ്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് reproduction is a biological process by which one organism produces young ones similar to itself. എന്തിനാണ് റീപ്രൊഡക്ഷൻ നടക്കുക? നമുക്ക് തന്നെ അറിയാം, ഒരു മാവിൽ വിത്തുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വിത്ത് വീണ് മുളച്ച് അടുത്ത തലമുറ മാവിന്റെ തൈച്ചെടികൾ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ തീർച്ചയായും അത് തന്നെയാണ് റീപ്രൊഡക്ഷന്റെ പ്രാധാന്യം. Reproduction enables the continuity of life from one generation to another, or continuity of species generation after generation. ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ജീവന്റെ തുടർച്ച നിലനിൽക്കാൻ പ്രത്യുൽപാദനം കൂടിയേ തീരൂ. റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഒന്ന് asexual reproduction, 2 sexual reproduction. Reproduction can be broadly grouped into 2 major types. They are asexual reproduction and sexual reproduction. Asexual reproduction അഥവാ അലൈംഗിക പ്രത്യുൽപാദനം. Asexual reproduction എന്താണ് എന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു ഉദാഹരണം നോക്കാം. എന്റെ വീട്ടിലൊരു റോസാ ചെടി ഉണ്ടെന്നിരിക്കട്ടെ. ഈ ചെടിയിൽ നിന്ന് പുതിയ ചെടികളെ ഉണ്ടാക്കാൻ നമ്മൾ അവലംബിക്കുന്ന മാർഗം അതിന്റെ കാണ്ഡം അഥവാ സ്റ്റെം മുറിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു പാരന്റ് മാത്രമേ പ്രത്യുൽപാദനത്തിൽ ഉൾപ്പെടുന്നുള്ളൂ. ലിംഗകോശങ്ങളുടെ സംയോജനം നടക്കുന്നതുമില്ല. ഇത് തന്നെയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഒരൊറ്റ പാരന്റിൽ നിന്ന് ലിംഗകോശങ്ങളുടെ സംയോജനം നടക്കാതെ ഉള്ള റീപ്രൊഡക്ഷൻ ആണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. So, asexual reproduction is the process of production of new individuals from a single parent without the fusion of gametes. Asexual reproduction is common among unicellular organisms and the organisms having simplest organization. യൂണിസെല്ലുലാർ ഓർഗാനിസം അഥവാ ഏകകോശ ജീവികൾ, അതുപോലെ ലഘു ഘടനയുള്ള ജീവികൾ, ഇവരിലാണ് സാധാരണ എസെക്ഷൽ റീപ്രൊഡക്ഷൻ കൂടുതലായി കാണാറുള്ളത്. അതായത് മനുഷ്യനെ പോലെ വികാസം പ്രാപിച്ച ജീവികളിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാറില്ല. ഇനി the young ones formed during asexual reproduction are identical to one another and also with their parents. ഈ കുഞ്ഞുങ്ങൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പരസ്പരം സിമിലാരിറ്റി കാണിക്കുന്നു, അതുപോലെ പാരന്റുമായും സാദൃശ്യം കാണിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റോസാ ചെടിയുടെ കമ്പ് മുറിച്ചു വെച്ചുണ്ടായ ചെടികളെല്ലാം തന്നെ പൂക്കുമ്പോൾ ഉണ്ടാകുന്ന പുഷ്പങ്ങളെല്ലാം സിമിലർ ആയിരിക്കും. അത് തന്നെയായിരിക്കും ആ പാരന്റൽ ചെടിയിൽ ഉള്ള പൂക്കളും സമാനമായിരിക്കും, വ്യത്യാസങ്ങളൊന്നും കാണില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസിന്റെ കൂട്ടത്തിന് വിളിക്കുന്ന പേരാണ് ക്ലോൺസ്. അതായത് the young ones or offsprings formed during asexual reproduction are morphologically as well as genetically similar to their parents. Such a group of identical individuals is called a clone. Different organisms exhibit various asexual reproductive methods to produce young ones. And one among them is fission. എന്താണ് ഫിഷൻ? ഒരു പാരന്റൽ സെല്ല് വിഭജിച്ച് 2
രണ്ടിലേറെയോ സമാനമായ ഡോട്ടർ ഇൻഡിവിജ്വൽസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഫിഷൻ എന്ന് വിളിക്കുന്നു. ഇൻ ഫിഷൻ, എ സിംഗിൾ പാരന്റൽ സെൽ ഡിവൈഡ്സ് ടു ഫോം 2 or more similar and equal sized daughter individuals. ഫിഷനെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന് ബൈനറി ഫിഷൻ, രണ്ട് മൾട്ടിപ്പിൾ ഫിഷൻ. എന്താണ് ബൈനറി ഫിഷൻ? ഒരു പാരന്റൽ സെല്ല് ഡിവൈഡ് ചെയ്ത് സമാനമായ 2 ഡോട്ടർ സെൽസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ബൈനറി ഫിഷൻ എന്ന് വിളിക്കുന്നു. In binary fission, a single parental cell divides to form 2 halves and each half develop into independent daughter individual. ഓരോ ഹാഫും വളർന്ന്, ഓരോ പകുതിയും വളർന്ന് ഇൻഡിപെൻഡന്റ് ആയ സ്വതന്ത്രമായ ഡോട്ടർ ഇൻഡിവിജ്വൽസ് ആയി മാറുന്നു എങ്കിൽ അതിനെ ബൈനറി ഫിഷൻ എന്ന് വിളിക്കുന്നു. ഉദാഹരണം അമീബ, പാരമീസിയം. എന്നാൽ ഇൻ മൾട്ടിപ്പിൾ ഫിഷൻ, a single parental cell divides to form many individuals. ഒരു കോശം വിഭജിച്ചാൽ ധാരാളം ഡോട്ടർ ഇൻഡിവിജ്വൽസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ പ്ലാസ്മോഡിയം, അമീബ എന്നിവ മൾട്ടിപ്പിൾ ഫിഷൻ നടത്തുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. Another asexual reproductive method is budding. In this, small buds are produced that remain attached initially to the parent, finally get separated and mature into new cells. അതായത് തുടക്കത്തിൽ പാരന്റിന്റെ ബോഡിയിൽ പറ്റിപ്പിടിച്ച് ഉണ്ടാകുന്ന ബഡുകൾ പിന്നീട് പാരന്റിന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പുതിയ ജീവികളായി പരിണമിക്കുന്നു. ഉദാഹരണം ഹൈഡ്ര, സ്പോഞ്ച്, ഈസ്റ്റ് എന്നിവ. Besides these asexual reproductive structures, other methods are also exhibited by organisms. So, for example, in some algae and protists, they produce some microscopic motile spores called zoospores. Example, Chlamydomonas. In Penicillium, the asexual reproduction takes place by conidia. Similarly, sponges produce asexually by gemmules. അതായത് എസെക്ഷൽ റീപ്രൊഡക്ഷന് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ മറ്റു ചില മാർഗങ്ങൾ കൂടി ജീവികൾ കാണിക്കുന്നു. ഉദാഹരണത്തിന് ആൽഗകളും പ്രോട്ടിസ്റ്റുകളും സൂസ്പോസ് എന്നറിയപ്പെടുന്ന ചലിക്കാൻ കഴിവുള്ള സ്പോസിലൂടെ അലൈംഗിക പ്രത്യുൽപാദനം നടത്തുമ്പോൾ പെനിസിലിയം കൊണിഡിയയിലൂടെയും സ്പോഞ്ചുകൾ ജെമ്യൂൾസിലൂടെയുമാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ സാധ്യമാക്കുക. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. The different parts of a flowering plant can be broadly grouped into 2 types. They are vegetative organs and reproductive organs. The root, stem and leaves are considered as the vegetative organs, whereas flowers are considered as reproductive organs. If the reproduction occurs through the vegetative organs such as root, stem and leaves, it can be called as vegetative propagation. It's a modified type of asexual reproduction. അതായത് ഒരു സപുഷ്പിയായ സസ്യം അതിൻ്റെ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നാണ് പുതിയ ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത്തരം പ്രത്യുൽപാദന രീതിയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുക. ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വ്യക്തമായ ഉദാഹരണം 1ാം വർഷത്തിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. എങ്കിലും ഇവിടെ ചില ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 1ാമത്തെ ചിത്രം പൊട്ടറ്റോ ആണ്. അത് സ്റ്റെം ട്യൂബർ എന്ന മോഡിഫിക്കേഷൻ ആണ്. 2ാമത്തെ ചിത്രം ജിഞ്ചർ അഥവാ ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ മോഡിഫിക്കേഷൻ ആണ് റൈസോ. 3ാമത് കൊടുത്തിരിക്കുന്ന ചിത്രം അഗേവിന്റെ മോഡിഫിക്കേഷൻ ബൾബിൽ ആണ്. 4ാമത്തത് ലീഫ് മോഡിഫിക്കേഷൻ ആണ്. ഉദാഹരണമാണ് ബ്രയോഫില്ല. 5ാമത്തെ മോഡിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് എയ്ക്കോർണിയ, ഒരുതരം സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് എയ്ക്കോർണിയ. എയ്ക്കോർണിയയുടെ സ്റ്റെം മോഡിഫിക്കേഷന്റെ പേരാണ് ഓഫ്സെറ്റ്. ഇത്രയുമാണ് നമ്മുടെ 2ാം വർഷ ബയോളജിയിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ ഭാഗമായി കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ.